ഓൺലൈനിൽ ഒരു കോഴ്സ്, ഒരു ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് എല്ലാ ദിവസവും കണ്ടൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എത്രത്തോളം കണ്ടൻറ്റുകൾ ഡെയിലി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിനെ അത് ബൂസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡ് ജനറേറ്റ് ചെയ്യാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഓൾ ഇൻ വൺ സിസ്റ്റം പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതായത് കോഴ്സിൻ്റെ ഓട്ടോമേഷനും ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം. അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് കണ്ടൻറ്റുകളെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാനൊന്ന് ഫോണിൻ്റെ സ്ക്രീനിലൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ ലീഡ് ജനറേഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ ആ ഒരു ലീഡ് ജനറേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന സോഷ്യൽ എന്ന് പറയുന്ന ഭാഗം, അപ്പോൾ ആ ഒരു സോഷ്യൽ എന്ന് പറയുന്ന ഭാഗത്ത് പോവുക. സോഷ്യലിൽ നിങ്ങൾ ക്രിയേറ്റ് പോസ്റ്റിൽ വരിക. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ അക്കൗണ്ട് ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ ഐക്കൺ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലെ ഐക്കൺ നിങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ ആണോ അല്ലെങ്കിൽ ഫീഡാണോ റീലാണോ സ്റ്റോറിയാണോ എന്താണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ചൂസ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന പേജൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്ലോഡ്, ഇവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു അപ്ലോഡ് വീഡിയോസിൽ വന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് പബ്ലിഷ് നൗ എന്ന് പറയുന്ന ഭാഗം കാണാം. ഈ കാണുന്ന പബ്ലിഷ് നൗ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇവിടെ വന്നിട്ട് പബ്ലിഷ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ തന്നെ നിങ്ങൾ കോഴ്സ് കൊടുക്കുക. ഇനി ഏതെങ്കിലും ആളുകൾ ഡയറക്റ്റ് എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ച് എൻക്വയറി കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് അവരെ ക്ലോസ് ചെയ്യണം. അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കോഴ്സിൻ്റെ ആക്സസ് ഒക്കെ വാട്സപ്പ് വഴിയൊക്കെ പോകാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്.